ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തുടർച്ചയായി ഈ വർഷം വലിയ വിജയങ്ങൾ നേടിയെടുത്ത ലാലേട്ടന്റെ അടുത്ത വൻ സിനിമകളുടെ ലൈനപ്പാണല്ലോ ഒരു മാസം മുന്നേല്ലാം തന്നെ നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ തുടർച്ചയായിട്ട് ലാലേട്ടൻ പ്രൊജക്ടുകളെ കുറിച്ച് നിരാശാ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശത്തിന് ശേഷം ലാലേട്ടനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമ വരാനായിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നതോടെ വലിയ ആവേശത്തിലായിരുന്നല്ലോ നമ്മുടെ ലാലേട്ടൻ ആരാധകർ. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നത്. ഇപ്പോഴത്തെ ജിത്തു മാധവൻ സിനിമയ്ക്ക് പിന്നാലെ അമൽ നീരദ് സിനിമയെക്കുറിച്ചും നിരാശാ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ബൊഗൻവില്ലയ്ക്ക് ശേഷം അമൽ നീരദിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടിരുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമയായിരുന്നു നടക്കേണ്ടിരുന്നതെങ്കിൽ, ഇക്കഴിഞ്ഞ ജൂൺ മാസം ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ സിനിമയും പല കാരണങ്ങൾ കൊണ്ട് നീട്ടിയിരിക്കുകയാണ്. പ്രൊജക്ട് ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷേ അടുത്ത സിനിമ അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമ ലാലേട്ടൻ സിനിമയായിരിക്കില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ബൊഗൻവില്ലയ്ക്ക് പിന്നാലെ വീണ്ടും ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്യാനായിട്ടിരിക്കുന്നു അമൽ നീരദ്. സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് നെസ്ലിൻ ആണെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ തന്നെ ആയിരിക്കും സിനിമയുടെ ഷൂട്ടും നടക്കുക. ലാലേട്ടൻ സിനിമ അടുത്ത വർഷത്തിലേക്ക് നീട്ടി എന്നാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ ജൂൺ മാസം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് പിന്നീട് ഒക്ടോബറിലേക്ക് ഷൂട്ട് നീട്ടിയ സിനിമ ഏറ്റവും അവസാനം അടുത്ത വർഷത്തിലേക്ക് നീട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ലാലേട്ടന്റെ ഉൾപ്പെടെയുള്ള ഡേറ്റ് ഇഷ്യൂസ് തന്നെയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ജൂണിൽ നിന്നും ഒക്ടോബറിലേക്ക് സിനിമയുടെ ഷൂട്ട് നീട്ടാൻ കാരണം ഫഹദിന്റെ ഉൾപ്പെടെയുള്ള മറ്റ് സിനിമയിലെ അഭിനേതാക്കളുടെ ഡേറ്റ് ഇഷ്യൂസ് ആയിരുന്നു. പിന്നീട് ഫഹദിനെ മാറ്റി പുതിയ അഭിനേതാക്കളെ കൊണ്ടുവന്നപ്പോഴാകട്ടെ ലാലേട്ടന്റെ ഡേറ്റ് ഇഷ്യൂസ് വരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. 150ലധികം ദിവസത്തെ ഷൂട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായിരുന്നു ലാലേട്ടൻ അമൽ നീരദ് സിനിമ. എന്തായാലും അടുത്ത വർഷമാണെങ്കിലും കുറച്ച് വൈകിയാണെങ്കിൽ പോലും സിനിമ നടക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കും കൂടുതൽ ലാലേട്ടൻ പ്രൊജക്ടുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക്.